ഹായ് സ്റ്റുഡൻസ് സ്കൂളിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ 5ാം ക്ലാസ്സുകാരുടെ സോഷ്യൽ സയൻസിലുള്ള 3rd ചാപ്റ്റർ ഡൈവേഴ്സ് എംപ്ലോയ്മെൻറ്റ്സ് എന്ന ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പോർഷനാണ് ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഓണം എക്സാമിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ മക്കൾ. അപ്പോൾ എന്ത് ചെയ്യുക, മാഡത്തിൻ്റെ കൂടെ തന്നെ ഈ വീഡിയോ കണ്ടിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സുകളും ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഒക്കെ പഠിക്കുക കേട്ടോ. വേറെ ടൈമിലേക്ക് മാറ്റി വെക്കൊന്നും വേണ്ട. എന്ത് ചെയ്യുക, നമ്മൾ ഒരുമിച്ചിരുന്ന് അങ്ങ് പഠിക്കാം. ഓക്കെ, സെറ്റല്ലേ മാഡത്തിൻ്റെ കുട്ടികൾ? ഓക്കെ, നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഇൻകം എന്ത്, സോഴ്സ് ഓഫ് ഇൻകം പറഞ്ഞു, എംപ്ലോയ്മെൻറ്റ് പറഞ്ഞു അല്ലേ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇൻഡിവിജ്വൽ ഇൻകം ആൻഡ് ഫാമിലി ഇൻകം. ഈ ടോപ്പിക്കാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ് ഈ ഇൻഡിവിജ്വൽ ഇൻകം അല്ലേ? ഒരു വ്യക്തിക്ക് കിട്ടുന്ന ഇൻകത്തിന് നമ്മൾ ഇൻഡിവിജ്വൽ ഇൻകം എന്നും, അതുപോലെ ഫാമിലി ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്, കുടുംബ വരുമാനം അല്ലേ. അപ്പോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. മേഡം വായിക്കുമ്പോൾ എന്ത് ചെയ്യുക, കൂടെ തന്നെ വായിക്കാൻ ശ്രമിക്കണം കേട്ടോ. കൂടെ തന്നെ വായിക്കുക, ടെക്സ്റ്റ് ബുക്ക് വായിക്കാതിരിക്കരുത് കേട്ടോ മക്കളെ. മേഡം എപ്പോഴും പറയുന്നതാണ്, എന്തായാലും മേഡത്തിൻ്റെ കുട്ടികളെ എപ്പോഴും ഈ വീഡിയോ കാണുന്ന ഓരോ കുട്ടികളും മാഡത്തിൻ്റെ കുട്ടികളാണ്. അപ്പോൾ എന്ത് ചെയ്യുക, കുട്ടികളെല്ലാവരും നന്നായിട്ട് തന്നെ ടെക്സ്റ്റ് ബുക്ക് വായിക്കണം കേട്ടോ. കൂടെ തന്നെ വായിച്ചോളൂ. ജസ്റ്റ് ആസ് ദ സോഴ്സസ് ഓഫ് ഇൻകം വിച്ച് ആർ ഡിഫറെൻറ്റ്, ഇൻകം ഫ്രം സച്ച് സോഴ്സസ് ആൾസോ വാരീസ്. എന്താ പറയുന്നത്? നമുക്കിപ്പം സോഴ്സസ് ഓഫ് ഇൻകം എന്താണ്, പലതരത്തിലല്ലേ, പലതരത്തിലുള്ള സോഴ്സസ് ഓഫ് ഇൻകം ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? നമ്മൾ പറഞ്ഞു അഗ്രികൾച്ചർ പറഞ്ഞു, അതുപോലെ തന്നെ ബിസിനസ് പറഞ്ഞു, പിന്നെയോ നമ്മൾ ബാങ്ക് ഡെപ്പോസിറ്റ്സ്, അതുപോലെ അസറ്റ്സ്, ഇതൊക്കെ നമ്മൾ എന്താണ് സോഴ്സ് ഓഫ് ഇൻകങ്ങൾ പറഞ്ഞു അല്ലേ. അത് ഓരോന്നും വെവ്വേറെ ടൈപ്പ് സോഴ്സ് ഓഫ് ഇൻകം ആണ് പറഞ്ഞത്, എല്ലാതും കൂടി ഒന്നല്ലല്ലോ. അപ്പം അതുപോലെ തന്നെ ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന വരുമാനവും ഇൻകവും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്താണ് അഗ്രികൾച്ചറിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിൻ്റെ അതേപോലെയുള്ള ഇൻകം അല്ല നമുക്ക് ബാങ്ക് ഡെപ്പോസിറ്റിൽ നിന്ന് കിട്ടുക, ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അതാണ് ആ ഒരു ലൈനിൽ പറയുന്നത്. ആൻ ഇൻഡിവിജ്വൽ ക്യാൻ ഏൺ ഇൻകം ഫ്രം മെനി സോഴ്സസ്. ഒരു ഇൻഡിവിജ്വലിന് ഒരു സോഴ്സ് ഓഫ് ഇൻകത്തിൽ നിന്ന് മാത്രമല്ല ഇൻകം കിട്ടുന്നത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു കൃഷി ചെയ്യുന്ന ഒരാൾക്ക് ഇപ്പോൾ ഒരു ബാങ്ക് ഡെപ്പോസിറ്റ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തുണ്ട്, ബിൽഡിങ്ങുകളുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ അദ്ദേഹത്തിന് ഇൻകം കിട്ടിക്കൊണ്ടിരിക്കും അല്ലേ. ബിൽഡിങ് റെൻറ്റിന് കൊടുത്താലൊക്കെ അദ്ദേഹത്തിന് ഇൻകം കിട്ടും. അയാളുടെ തൊഴിലെന്താണ്, ചിലപ്പം കൃഷി ആയിരിക്കും, എന്നാലും അയാൾക്ക് പലതരത്തിൽ നിന്നും ഇൻകം കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു വ്യക്തിക്ക് പലതരത്തിൽ ഇൻകം കിട്ടും. മനസ്സിലായോ? എക്സാമ്പിളായിട്ട് അവിടെ പറയുന്നത് കണ്ടോ, എ ഫാമേഴ്സ് പേഴ്സണൽ ഇൻകം ക്യാൻ ബി ഫ്രം ദി ഇൻട്രസ്റ്റ് ഇൻകേർഡ് ഫ്രം ബാങ്ക് ഡെപ്പോസിറ്റ്. ഫാമറുടെ പേഴ്സണൽ ഇൻകം ആയിട്ട് എവിടുന്നാണ് കിട്ടുന്നത്? ഈ ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ഇൻട്രസ്റ്റ്, പലിശയായിട്ടാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് പ്രോഫിറ്റ് എവിടുന്നാണ്? ഈ അഗ്രികൾച്ചറൽ റിലേറ്റഡ് ബിസിനസ്സിൽ നിന്ന് അദ്ദേഹത്തിന് എന്ത് കിട്ടുന്നുണ്ട്? പ്രോഫിറ്റും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഇൻകം തന്നെയാണ്. ദസ് എ പേഴ്സൺ ഗെറ്റ്സ് ഇൻകം ത്രൂ എംപ്ലോയ്മെൻറ്റ് ആൻഡ് അതർ മീൻസ്. അപ്പോൾ ഒരു വ്യക്തിക്ക് എന്താണ് ഇൻകം കിട്ടും, വരുമാനം കിട്ടും. എന്തിൽ നിന്ന് കൂടിയൊക്കെ? എംപ്ലോയ്മെൻറ്റും അതുപോലെ വേറെ പല കാര്യങ്ങളിൽ കൂടിയും എന്താണ് ഒരു വ്യക്തിക്ക് വരുമാനം ലഭിക്കും. മനസ്സിലായോ? പേഴ്സണൽ ഇൻകം ഈസ് ദ ടോട്ടൽ ഇൻകം റിസീവ്ഡ് ബൈ എ പേഴ്സൺ ഫ്രം വേരിയസ് സോഴ്സസ് ഓഫ് ഇൻകം ഡ്യൂറിങ് എ പെർട്ടിക്കുലർ പീരീഡ്. പേഴ്സണൽ ഇൻകം എന്ന് പറയുന്നത് ടോട്ടൽ ഇൻകമാണ്, റിസീവ്ഡ് ബൈ എ പേഴ്സൺ. ഒരു പേഴ്സണ് ടോട്ടലായിട്ട് കിട്ടുന്ന ഇൻകത്തിനെയാണ് നമ്മൾ പേഴ്സണൽ ഇൻകം എന്ന് പറയുന്നത്. എങ്ങനെയാണ് കിട്ടുന്നത്? ഫ്രം വേരിയസ് സോഴ്സസ് ഓഫ് ഇൻകം. പലതരത്തിലുള്ള സോഴ്സ് ഓഫ് ഇൻകത്തിൽ നിന്ന്. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ കൃഷിക്കാരനാണ്, ആ കൃഷിക്കാരന് ബാങ്കിൽ നിന്നും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ബിൽഡിംഗ് റെൻറ്റിന് കൊടുത്ത് അതിൽ നിന്നൊക്കെ വരുമാനം കിട്ടും. അപ്പോൾ അതിൻ്റെയൊക്കെ ടോട്ടലാണ് എന്ത് പറയുന്നത്? പേഴ്സണൽ ഇൻകം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, പിന്നെ ഡ്യൂറിങ് എ പെർട്ടിക്കുലർ പീരീഡ്, അതൊരു നിശ്ചിത ടൈമിൻ്റെ ഉള്ളിൽ, മീൻസ് ഒരു മാസത്തിന്. അപ്പോൾ ഒരു മാസത്തിൽ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് പഠിച്ചാൽ മതി, ഒരു മാസത്തിൽ ഒരു കൃഷിക്കാരന് എന്ത് കിട്ടും? ആ കൃഷിയിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ഉണ്ടാകും. അദ്ദേഹത്തിൻ്റെ ഒരു ബിൽഡിംഗ് റെൻറ്റിന് കൊടുത്ത്, അപ്പോൾ അതിൻ്റെ പ്രോഫിറ്റ് ഉണ്ടാകും, അതിൻ്റെ ആ റെൻറ്റ് ഉണ്ടാകും. ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉണ്ട്, അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഉണ്ടാകും. അങ്ങനെ ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് ആ ഒരു മാസം ലാസ്റ്റിൽ എല്ലാം കൂടി കൂട്ടിയിട്ട് കിട്ടുന്നതാണ് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഇൻകം എന്ന് പറയുന്നത്. മനസ്സിലായി? അപ്പോൾ ഒന്നും കൂടി പറഞ്ഞുതരാം. പേഴ്സണൽ ഇൻകം ഈസ് ദ
ടോട്ടൽ ഇൻകം. പേഴ്സണൽ ഇൻകം എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇൻകം ആണ് റിസീവ്ഡ് ബൈ എ പേഴ്സൺ, ഒരു പേഴ്സണിന് കിട്ടുന്നത്. എവിടുന്നാണ് കിട്ടുന്നത്? ഫ്രം വേരിയസ് സോഴ്സസ് ഓഫ് ഇൻകം. പലതരത്തിലുള്ള വരുമാന സ്രോതസ്സുകളിൽ നിന്ന് കിട്ടുന്നത്. എങ്ങനെ, ഏത് ടൈമിൻ്റെ ഉള്ളിൽ? ഒരു കൊല്ലത്തിനുള്ളിലാണോ? അല്ല, ഡ്യൂറിങ് എ പെർട്ടിക്കുലർ ടൈം. ഒരു ടൈമുണ്ട്, ഒരു കണക്കുള്ള ടൈമുണ്ട്, അതൊരു നിശ്ചിത ടൈമുണ്ട്. ആ ടൈമിൻ്റെ ഉള്ളിൽ പലതരം വരുമാന സ്രോതസ്സുകളിൽ നിന്ന് ഒരു വ്യക്തിക്ക് കിട്ടുന്ന ടോട്ടലായിട്ട് മൊത്തമായിട്ടുള്ള വരുമാനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പേഴ്സണൽ ഇൻകം എന്ന് പറയുന്നത്. മനസ്സിലായോ? അതുപോലെ മനസ്സിലാക്കി പതുക്കെ പതുക്കെ പഠിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് പേഴ്സണൽ ഇൻകം ക്ലിയർ ആയി. ഇനി നെക്സ്റ്റ് എന്താണ്? നമ്മുടെ ഫാമിലി ഇൻകം ആണ്. എന്താണ് ഈ ഫാമിലി ഇൻകം? ഇപ്പോൾ ഫാമിലിയിലെ പല ആളുകൾക്കും ഇൻകം ഉണ്ടാവും അല്ലേ? ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഉമ്മാക്കുണ്ടാവും, അല്ലെങ്കിൽ അമ്മമാർക്കുണ്ടാവും, അച്ഛന്മാർക്കുണ്ടാവും, അതുപോലെ സിസ്റ്ററും ബ്രദേഴ്സൊക്കെ എൽഡർ സിസ്റ്ററൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഉണ്ടാകും. അങ്ങനെ ആ ഫാമിലിയുള്ള എല്ലാവർക്കും എന്താണ്? എല്ലാവർക്കും മീൻസ് കുഞ്ഞു മക്കൾക്കൊന്നും അല്ല കേട്ടോ. ഇപ്പം അങ്ങനെയൊന്നും ഇല്ലല്ലേ? നമ്മളെ കുഞ്ഞു മക്കൾ വരെ എന്താണ്? യൂട്യൂബേഴ്സാണ്. അപ്പോൾ അതിൽ നിന്നൊരു വരുമാനമുണ്ട്. അപ്പം ആർക്കൊക്കെയാണോ ആ ഫാമിലിയിൽ വരുമാനമുള്ളത് ആ ഒരു സെർട്ടൺ പീരീഡിൽ കേട്ടോ, അപ്പം ആ വരുമാനത്തെയാണ് നമ്മൾ എന്താ പറയുന്നത്? ഫാമിലി ഇൻകം എന്ന് പറയുന്നത്. നോക്കിയേ, ഫാമിലി ഇൻകം ഈസ് ദ ഇൻകം റിസീവ്ഡ് ബൈ ഓൾ ദി മെമ്പേഴ്സ് ഓഫ് എ ഫാമിലി ഡ്യൂറിങ് എ സെർട്ടൺ പീരീഡ്. അപ്പം എന്താണ് ഫാമിലി ഇൻകം? നമ്മുടെ കുടുംബത്തിലെ എല്ലാവർക്കും കൂടി ഒരു സെർട്ടൺ പീരീഡിൽ, ഒരു നിശ്ചിത കാലയളവിൽ നമുക്ക് ലഭിക്കുന്ന ആകെയുള്ള വരുമാനം ടോട്ടൽ എല്ലാവർക്കും ഉള്ളത് കേട്ടോ. അച്ഛനും അമ്മയ്ക്കും സിസ്റ്റർ ബ്രദർ ആരാളുള്ളത്, ആ ഫാമിലിയിൽ ഗ്രാൻഡ് ഫാദേഴ്സിന് ഉണ്ടോ വരുമാനം, അതൊക്കെ കൂടി കൂട്ടിയിട്ട് ഉള്ള വരുമാനത്തെ തന്നെ. അപ്പോൾ ഒരു നിശ്ചിത സെർട്ടൺ പീരീഡിൽ കേട്ടോ, ആ നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കുടുംബ വരുമാനം എന്ന് പറയുന്നത്. പേഴ്സണൽ ഇൻകം എന്ന് പറയുമ്പോൾ ആ ഒരു വ്യക്തിക്കുള്ളതാണ്. ഫാമിലി ഇൻകം എന്ന് പറയുമ്പോൾ ആ ഒരു കുടുംബം മൊത്തമായിട്ടുള്ളതാണ്. അങ്ങനെ മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ് പേഴ്സണൽ ഇൻകം, എന്താണ് ഫാമിലി ഇൻകം എന്ന് മാത്സിൻ്റെ കുട്ടികൾ ഇരുന്ന് പഠിക്കണം കേട്ടോ. ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്താണ്? ഡിഫറെൻറ്റ് എംപ്ലോയ്മെൻറ്റ്സ്. ഈ പിക്ചർ നോക്കാനാണ് നിങ്ങളോട് പറയുന്നത്. ഫസ്റ്റ് പിക്ചർ എന്താണ്? ഒരു ഹെൽത്ത് കെയർ ആണ് അല്ലേ? പിന്നെയോ നെക്സ്റ്റ് പിക്ചർ കാറ്റിൽ റിയറിങ് ആണ്. നെക്സ്റ്റ് പിക്ചർ ഡ്രൈവറാണ്, ടീച്ചിങ് ആണ്. ദെൻ നെക്സ്റ്റ് പിക്ചർ ഡ്രൈവറാണ്. ദെൻ നെക്സ്റ്റ് എന്താണ്? അഗ്രികൾച്ചറാണ്. പിന്നെ ലോയർ, വക്കീലിൻ്റെ അല്ലേ, ലോയറാണ്. അപ്പം ഇതൊക്കെയാണ് ഇവിടെയൊക്കെ തന്നിട്ടുള്ള പിക്ചർ. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഗിവൺ അബോൺ. മേലെ തന്നിട്ടുള്ള പിക്ചേഴ്സ് നോക്കുക. വാട്ട് എംപ്ലോയ്മെൻറ്റ്സ് ആർ സീൻ ഇൻ ദ പിക്ചർ? എന്തൊക്കെയാണ് ആ പിക്ചറിൽ കാണുന്ന എംപ്ലോയ്മെൻറ്റ്സ് എന്നാണ് ചോദ്യം. ടീച്ചിങ്, ഹെൽത്ത് കെയർ, കാറ്റൽ റിയറിങ്, ഡ്രൈവർ, അഗ്രികൾച്ചർ, ലോയർ അല്ലേ? ഇതൊക്കെയാണ്. ഇനി നെക്സ്റ്റ് അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സും നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സും ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മാഡത്തിൻ്റെ മക്കൾ മാഡത്തിൻ്റെ കൂടെ തന്നെ വായിക്കണം കേട്ടോ. എന്താണ് ഈ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സ് എന്ന് പറയുന്നത്? അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ് ഈസ് ദ വർക്ക് ഡൺ യൂസിങ് ദി നാച്ചുറൽ റിസോഴ്സസ് സച്ച് ആസ് cultivation of plants for food and fiber production, animal husbandry, പിസ്സാകൾച്ചർ എക്സെട്ര. അപ്പോൾ എഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന വർക്കാണ്. എങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്? നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് യൂസ് ചെയ്തിട്ട്. മനസ്സിലായോ? നാച്ചുറൽ റിസോഴ്സസ് ആണ് പ്രകൃതി വിഭവങ്ങൾ കേട്ടോ. അത് ഉപയോഗപ്പെടുത്തി ചെയ്യുന്ന വർക്കിനെയാണ് നമ്മൾ അഗ്രികൾച്ചറൽ വർക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് എന്താണ്? കൾട്ടിവേഷൻ ഓഫ് പ്ലാന്റ്സ് ഫോർ ഫുഡ് ആൻഡ് ഫൈബർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? പ്ലാന്റ്സിനെ കൾട്ടിവേറ്റ് ചെയ്യും. എന്തിനൊക്കെ? നമ്മുടെ ഫുഡിനായിട്ടും ഫൈബർ പ്രൊഡക്ഷനായിട്ടും അല്ലേ? നമ്മൾ കോട്ടൺ പ്ലാന്റ്, ജൂട്ട് പ്ലാന്റ് ഒക്കെ എന്താണ്? നമുക്ക് വേണ്ടിയിട്ട് കോട്ടൺ അല്ലേ, നാരുകൾ ഉണ്ടാക്കാം, ഫൈബറിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്ലാന്റ്സിനെ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫുഡിൻ്റെ ആവശ്യത്തിനായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്ലാന്റിനെ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ എന്താണ്? നാച്ചുറൽ റിസോഴ്സസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ്? ആനിമൽ ഹസ്ബൻഡറി, കന്നുകാലി വളർത്തൽ. പിന്നെയോ പിസ്സാകൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മീൻ വളർത്തൽ. ഇതൊക്കെ എന്താണ്? നാച്ചുറൽ റിസോഴ്സസിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവയെ എന്താണ് നമ്മൾ പറയുന്നത്? അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ് എന്നാണ് പറയുന്നത്.
മനസ്സിലായോ? ഒന്നും കൂടി പറഞ്ഞുതരാം. അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ് ഈസ് ദ വർക്ക് ഡൺ യൂസിങ് ദി നാച്ചുറൽ റിസോഴ്സസ് ഉപയോഗിച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രകൃതി വിഭവങ്ങൾ നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന വർക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളുകളാണ് ഏതൊക്കെ? കൾട്ടിവേഷൻ ഓഫ് പ്ലാന്റ്സ് ഫോർ ഫുഡ് ആൻഡ് ഫൈബർ, ഫൈബർ പ്രൊഡക്ഷന് വേണ്ടിയിട്ടും ഭക്ഷണത്തിന് വേണ്ടിയിട്ടും നമ്മൾ പ്ലാന്റ്സിനെ വളർത്തുന്നത്, അങ്ങനെ പറയാം അല്ലേ, പ്ലാന്റ്സിനെ, സസ്യങ്ങളെ വളർത്തുന്നത്. പിന്നെയോ അനിമൽ ഹസ്ബൻഡറി ആൻഡ് പിസ്സ കൾച്ചർ. ഓക്കെ, ഇനി അഗ്രികൾച്ചർ പ്ലേസ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഇന്ത്യൻ എക്കണോമി. ഇന്ത്യൻ എക്കണോമിയിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ ഈ ഒരു കൃഷി എന്ന് പറയുന്നത് പ്രധാന പങ്ക് വഹിക്കുന്ന ഒരാളാണ്. ഇനി പറയുന്നത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇന്ത്യയിൽ മൊത്തം തൊഴിലാളികളിൽ 46.5% പേര് എന്താണ് ചെയ്യുന്നത്? ഈ കൃഷിയിലും ഈ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജോലികളിലുമാണ് ഏർപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ. അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ് നാച്ചുറൽ റിസോഴ്സുമായി വർക്ക് ചെയ്യുന്നതാണ്. അതാണ് മനസ്സിൽ ഉറപ്പിക്കുക. ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമ്മുടെ നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ് എന്താണ്? നമുക്ക് ആലോചിച്ച് അറിയാൻ മതി അല്ലേ. ആൾ കൈൻഡ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ്സ് ദാറ്റ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്. ഈ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റുകളിൽ ഉൾപ്പെടാത്ത എല്ലാവിധ തൊഴിലുകളും എന്താണ്? എംപ്ലോയ്മെൻറ്റ്സും എന്താണ്? നമ്മുടെ നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിൽ ഉൾപ്പെടാത്ത ബാക്കി എന്ത് തരായി എംപ്ലോയ്മെൻറ്റ്സ് ഉണ്ടോ അതൊക്കെ എന്താണ്? നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻ്റ് ആണ്. മനസ്സിലായോ? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സർവീസസ് ആൻഡ് എംപ്ലോയ്മെൻറ്റ്സ് റിലേറ്റഡ് ടു ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ആർ നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ നമുക്കറിയാം ഹെൽത്ത് കെയർ, അതൊക്കെ ഒരു സർവീസ്. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ടീച്ചിങ്, പിന്നെയോ നമ്മൾ ഒരുപാട് സർവീസസ് നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. ഏതൊക്കെ തരായി ആയാലും, ഇപ്പോൾ എൻജിനീയർ ആയാലും സയൻറ്റിസ്റ്റ് ആയാലും അങ്ങനത്തെ ഏത് തൊഴിലായാലും, ഇനി വീട് പണിക്ക് വരുന്ന ആൾക്കാരായാലും അതൊക്കെ എന്താണ്? നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻ്റ് ആണ്. മനസ്സിലായോ? അപ്പോൾ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനും എന്താണ്? നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻ്റ് ആണ്. നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റിന് എക്സാമ്പിൾസ് കൊടുക്കുന്നുണ്ട്. ഏതാണ്? മാനുഫാക്ചറിങ് ഓഫ് ക്ലോത്ത്സ്, വസ്ത്രനിർമ്മാണം. പിന്നെയോ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കെട്ടിട നിർമ്മാണം അല്ലേ. പിന്നെ ബിസിനസ് ആവട്ടെ, ബാങ്കിങ് ആവട്ടെ, ടീച്ചിങ് ആവട്ടെ, ട്രാൻസ്പോർട്ടേഷന് അല്ലേ, ഡ്രൈവർമാർ എന്താണ് അതൊരു വെച്ചാൽ ഗതാഗതം, അതൊക്കെ എന്താണ് ഡ്രൈവർമാരായിട്ട് വർക്ക് ചെയ്യുന്നതും ഇനി എന്ത് തന്നെ ആയാലും അതൊക്കെ എന്താണ് ട്രാൻസ്പോർട്ടേഷൻ്റെ ഫീൽഡിൽ ഒരുപാട് ജോലികളുണ്ട് അല്ലേ. വണ്ടി വിൽക്കുന്നതും വാങ്ങുന്നതും ഒക്കെ എന്താണ് തൊഴിലുകളാണ്. അതൊക്കെ എന്തിൽ പെടും? നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റിൽ പെടും. എൻ്റെ വർക്ക് ഇൻ ദ ഫാക്ടറികളിൽ ഇൻഡസ്ട്രികളിൽ അങ്ങനത്തെ എന്ത് കമ്പനികളിൽ വർക്ക് ചെയ്യുന്നതൊക്കെ എന്താണ്? നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻ്റ് ആണ്. മക്കൾ എന്താണ് അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ് പഠിക്കണം, എന്താണ് നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ് പഠിക്കണം. അതിൻ്റെ എക്സാമ്പിൾസ് തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് നോക്കി, കംപ്ലീറ്റ് ദി ടേബിൾ ഗിവൺ ബിലോ ബൈ ക്ലാസിഫൈങ് ദി എംപ്ലോയ്മെൻറ്റ്സ് ഫൗണ്ട് ഇൻ യുവർ സറൗണ്ടിങ്സ് ഇൻ ടു അഗ്രികൾച്ചറൽ ആൻഡ് നോൺ അഗ്രികൾച്ചറൽ. നിങ്ങളുടെ ചുറ്റുപാടുകളിൽ കാണുന്ന തൊഴിലുകൾ എന്ത് ചെയ്യുക? എംപ്ലോയ്മെൻറ്റ്സിനെ അഗ്രികൾച്ചറൽ ആൻഡ് നോൺ അഗ്രികൾച്ചറൽ ആയിട്ട് വേർതിരിച്ചിട്ട് എഴുതാനാണ് പറയുന്നത്. അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സിൽ എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത് കൾട്ടിവേഷൻ ഓഫ് റൈസ്, പിസ്സ കൾച്ചർ, പിന്നെയോ അനിമൽ ഹസ്ബൻഡറി, ഫ്ലോറിക്കൾച്ചർ, പൊലൂട്രി ഫാമിങ്, പാല് കിട്ടുന്ന കേട്ടോ, പൊലൂട്രി ഫാമിങ്. ഇതൊക്കെ എന്താണ്? അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സ് ആണ്. നമുക്ക് നാച്ചുറൽ റിസോഴ്സസുമായിട്ട് അതിൽ നിന്ന് ബന്ധപ്പെട്ടിട്ട് വരുന്ന വർക്കുകളാണ് അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റിൽ വരിക. ഓക്കെ, ഇനി നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സിലാണെങ്കിലോ ഇഷ്ടംമാതിരി ഏതാല്ലേ? ബിസിനസ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, ടീച്ചിങ്, ബാങ്കിങ്, മാനുഫാക്ചറിങ് അല്ലേ, നിർമ്മിക്കുക, ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുന്നത്, അങ്ങനെ എന്തും നമുക്ക് എഴുതാം. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സിൻ്റെ എക്സാമ്പിളും നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സിൻ്റെ എക്സാമ്പിളും എന്തായാലും പഠിക്കണം. ഓക്കെ, ഇനി സെൽഫ് എംപ്ലോയ്മെൻറ്റ്, നമ്മുടെ സ്വയം തൊഴിൽ കേട്ടോ. അവിടെ നമുക്ക് ആദ്യം എന്താണ് ഒരു നോട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നമുക്ക് വായിച്ചു നോക്കാം എന്താണ് അതിൽ പറയുന്നത്. സിബീസ് പാരൻസ് റൺ എ പിക്കിൾ യൂണിറ്റ് കാൾഡ് സ്റ്റാർ പിക്കിൾസ്.
സിബിയുടെ പാരൻസ്, സിബിയുടെ മാതാപിതാക്കൾ സ്റ്റാർ പിക്കിൾസ് എന്ന പേരിൽ ഒരു അച്ചാർ യൂണിറ്റ് നടത്തുന്നുണ്ട്. ദേ സ്റ്റാർട്ടഡ് ദിസ് എംപ്ലോയ്മെൻറ്റ് ഇനീഷ്യേറ്റീവ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി ഗവൺമെൻറ് ഇൻ എ സിറ്റുവേഷൻ where there was no employment of their own and now it is moving ahead profitably. ഇപ്പം എന്താ പറയുന്നത്, അവർ ഈ ഒരു അച്ചാറിൻ്റെ യൂണിറ്റ് തുടങ്ങാൻ കാരണം എന്താണ്, അവർക്ക് സ്വന്തമായൊരു തൊഴിലില്ല. ആ ഒരു സാഹചര്യത്തിലായിരുന്നു അവർ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി ഒരു തൊഴിലെന്ന നിലക്ക് ഈ ഒരു സ്റ്റാർ പിക്കിൾസ് എന്ന ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു യൂണിറ്റ് അത് തുടങ്ങിയത്. പിന്നെ അതെന്തായി, ലാഭമായി മുന്നോട്ടിങ്ങനെ പോവുകയാണ്. അപ്പോൾ സിബിയുടെ കുടുംബത്തിൻ്റെ വരുമാന മാർഗം എന്നത് തന്നെ എന്താണ്, ഇതാണ്, ഈ ഒരു സ്റ്റാർ പിക്കിൾസ് ആണ്. അപ്പോൾ അവരുടെ ഈ ഒരു 10ഓളം കുടുംബാംഗങ്ങൾക്ക് എന്താണ് ഈ ഒരു യൂണിറ്റിലൂടെ ജോലി ലഭിക്കുകയാണ്. അപ്പോൾ ഹാവ് യു റീഡ് ദി നോട്ട്, അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഈ നോട്ട് വായിച്ചില്ലേ? ഹാവ് യു നോട്ടീസ് സച്ച് വെഞ്ചേഴ്സ് ദാറ്റ് ആർ റൺ ബൈ ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ്സ്? അപ്പോൾ ഇതുപോലെയുള്ള ഒരു വ്യക്തി ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഒറ്റയ്ക്കോ അല്ലെങ്കിൽ കൂട്ടായ്മയിലോ ഇങ്ങനെ സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇനിയാണ് നമ്മൾ സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്താണെന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഈ സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ? സെൽഫ് എംപ്ലോയ്മെൻറ്റ് മീൻസ് ഏർണിംഗ് എ ലൈവ്ലിഹുഡ് ത്രൂ independent economic activity without being under the control of any employer. ഒരു തൊഴിലുടമയുടെയും കീഴിലല്ലാതെ അല്ലെങ്കിൽ അയാളുടെ നിയന്ത്രണത്തിലല്ലാതെ നമ്മൾ സ്വന്തമായി നമ്മൾ സാമ്പത്തിക പ്രവർത്തനങ്ങളിലൂടെ മീൻസ് ഇൻഡിപെൻഡൻറ്റ് എക്കണോമിക് ആക്ടിവിറ്റിയിലൂടെ നമ്മുടെ ഉപജീവനം, നമ്മുടെ ലൈവ്ലിഹുഡ് നടത്തുന്നതിനെയാണ് അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്കൊരു ഇൻകം കിട്ടുന്നതിനെയാണ് നമ്മൾ സ്വയം തൊഴിൽ മീൻസ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സെൽഫ് എംപ്ലോയ്മെൻറ്റ് മീൻസ് ഏണിങ് എ ലൈവ്ലിഹുഡ്, നമ്മുടെ ഉപജീവനം നടത്തുന്നതിനുള്ളൊരു വരുമാനം കിട്ടുന്നത്. എങ്ങനെയാണത് കിട്ടുന്നത്? ത്രൂ ഇൻഡിപെൻഡൻറ്റ് എക്കണോമിക് ആക്ടിവിറ്റി. എങ്ങനെയാണ് കിട്ടുന്നത്? ത്രൂ എന്ന് പറഞ്ഞാൽ അതിലൂടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു എക്കണോമിക് ആക്ടിവിറ്റിയിലൂടെ നമുക്ക് സ്വന്തമായി നമ്മുടെ ജീവിതം നടത്താനുള്ള ഒരു വരുമാനം കിട്ടുന്നതുണ്ടെങ്കിൽ അതും പോരാ, പിന്നെയോ വിത്തൗട്ട് ബീൻ അണ്ടർ ദ കൺട്രോൾ ഓഫ് എനി എംപ്ലോയർ. നമ്മളെ ഭരിക്കാനൊന്നും ഒരാൾ വരാൻ പാടില്ല. മീൻസ് നമ്മൾ ഒരാളുടെ കീഴിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അയാൾ പറഞ്ഞത് നമ്മൾ കേൾക്കണം. അതൊന്നുമില്ല, നമ്മളെ ഒരു എംപ്ലോയറും നമ്മുടെ ഒരു തൊഴിലുടമയും എന്ത് ചെയ്യരുത്, നമ്മളെ ഭരിക്കാൻ പാടില്ല. അങ്ങനെയില്ല, നമ്മൾ തന്നെയാണ് നമ്മുടെ കമ്പനിയുടെ മുതലാളി. മനസ്സിലായോ? അങ്ങനെ നമ്മൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൽഫ് എംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത്. മക്കളെന്ത് ചെയ്യണം? സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്താണെന്ന് പഠിക്കണം. ഇനിയോ, സെൽഫ് എംപ്ലോയ്ഡ് പേഴ്സൺസ് ഹാവ് ദെയർ ഓൺ എൻ്റർപ്രൈസ് ആൻഡ് അറ്റ് ദ സെയിം ടൈം carry out all the responsibilities of an employee. സെൽഫ് എംപ്ലോയ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് എന്ത് ചെയ്യണം? അവരുടെ ഒരു സംരംഭത്തിൻ്റെ എല്ലാ റെസ്പോൺസിബിലിറ്റീസും അദ്ദേഹം എന്ത് ചെയ്യണം? നോക്കണം. എല്ലാ കാര്യങ്ങളും അദ്ദേഹം നോക്കണം. ഇപ്പോൾ ഒരു ഷോപ്പ് ഒരാൾ എടുക്കുകയാണെങ്കിൽ ആ ഷോപ്പിൻ്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം നോക്കണ്ടേ? അതുപോലെ തന്നെ ആ ഷോപ്പിലെ തൊഴിലാളി ആരാണ്? അദ്ദേഹം തന്നെയാണ്. അപ്പോൾ ഒരു തൊഴിലാളിയുടെ കാര്യവും ഒരു മുതലാളിയുടെ കാര്യവും സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നവർ, സെൽഫ് എംപ്ലോയ്മെൻറ്റ് ചെയ്യുന്നവർ നോക്കണം. മനസ്സിലായോ? അതാണ് അവിടെ പറയുന്നത്. ഇനിയോ, ഇൻ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഇനീഷ്യേറ്റീവ്സ് ഇൻഡിവിജ്വൽസ് മോസ്റ്റ്ലി മാനേജ് ദെയർ എൻ്റർപ്രൈസസ് എലോൺ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കട സ്വന്തമായിട്ട് ഇട്ടാൽ ആ കടയുടെ എല്ലാ കാര്യവും ആരാ നോക്കുക? ആ കടയുടെ ഓണർ തന്നെ, അദ്ദേഹം തന്നെ ആയിരിക്കും. അതിലുള്ള തൊഴിലാളിയും ഒക്കെ അദ്ദേഹം തന്നെ ആയിരിക്കും. അതാണ് പറയുന്നത്, സെൽഫ് എംപ്ലോയ്മെൻ്റ് ആയിട്ട് ചെയ്യുന്ന ഏതൊരു ജോലിക്കും അധികവും എല്ലാവരും ഒറ്റയ്ക്കാണ് അതിലുള്ള എല്ലാ കാര്യവും മാനേജ് ചെയ്യുന്നത്. ഇനിയോ, സെൽഫ് എംപ്ലോയ്ഡ് എൻ്റർപ്രണേഴ്സ് ആർ ദ സോൾ ബെനിഫിഷ്യറീസ് ഓഫ് ദി ഇൻകം ഡിറൈവ്ഡ് ഫ്രം ഇറ്റ്. അതിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു സെൽഫ് എംപ്ലോയ്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന് അർഹരാരാണ്? ആ മുതലാളി തന്നെയാണ്. ആ ഒരു വ്യക്തി തന്നെ, ആരാണോ സെൽഫ് എംപ്ലോയ്മെൻ്റ് ആയിട്ട് ഒരു പരിപാടി തുടങ്ങിയിട്ടുള്ളത്, സ്വന്തമായ ഒരു തൊഴിൽ ആരാണോ ചെയ്യുന്നത്, അദ്ദേഹം തന്നെയാണ് അതിൽ നിന്ന് കിട്ടുന്ന എല്ലാ വരുമാനത്തിൻ്റെയും അവകാശി എന്ന് പറയുന്നത്. Don't you see grocery shops, tailoring shops, bakeries, etc.
run by individuals or groups in your area. These are examples of self-employment ventures. അപ്പോൾ നമുക്കറിയാലേ ടൈലറിങ് ഷോപ്പൊക്കെ നടത്തുന്ന ചിലപ്പോൾ നമ്മുടെ വീടുകളിൽ വരെ ടൈലറിങ് നടത്തുന്ന ചില ചേച്ചിമാരൊക്കെ സ്വന്തമായിട്ട് ടൈലറിങ് നടത്തുന്നുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അവർക്കുള്ളതാണ്. അല്ലെങ്കിൽ ബേക്കറി നടത്തുന്നത്, അല്ലെങ്കിൽ ഗ്രോസറി ഷോപ്സൊക്കെ നടത്തുന്ന സ്വന്തമായി നടത്തുന്ന ആൾക്കാർ കണ്ടിട്ടില്ലേ? അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമൊക്കെ ആർക്കുള്ളതാണ്? അത് അവർക്കുള്ളതാണ്. ഗ്രോസറി ഷോപ്സ് എന്ന് പറഞ്ഞാൽ പലചരക്ക് കടയാണ് കേട്ടോ. അപ്പോൾ ഈ സെൽഫ് എംപ്ലോയ്മെൻറ്റിൽ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ഇതിങ്ങനെ ഇംഗ്ലീഷിൽ കുറച്ച് ഇങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ. സംഭവം സിമ്പിളാണ്. നമ്മൾ സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഭരിക്കാനൊന്നും ആരും ഉണ്ടാവില്ല. മുതലാളിയുടെ കീഴിൽ വർക്ക് ചെയ്യുന്നതിനെയല്ല സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ തന്നെയാണ് ഓണർ, നമ്മൾ തന്നെയാണ് തൊഴിലാളിയും. മനസ്സിലായോ? അങ്ങനെ നമ്മൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ സെൽഫ് എംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമൊക്കെ നമുക്കുള്ളതാണ്. മനസ്സിലായോ? അതുപോലെ തന്നെ അതിൽ അധികം നമ്മൾ ഒറ്റയ്ക്കാണ് അതിൽ വർക്ക് ചെയ്യുന്നത്. ഇങ്ങനത്തെ 2-3-4 കാര്യങ്ങളെ അവിടെ പറയുന്നുള്ളൂ. അതിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്? ടൈലറിങ് ഷോപ്പും ഗ്രോസറി ഷോപ്സും ബേക്കറീസൊക്കെയാണ് എക്സാമ്പിൾ. Observe the pictures given below and write down the types of job they are related to. താഴെ തന്നിട്ടുള്ള പിക്ചർ നിങ്ങളോട് നോക്കാനാണ് പറയുന്നത്. അവർ ചെയ്യുന്ന ജോബ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്നാണ് പറയാനാണ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? ടൈലറിങ് ആണ്. അത് നമുക്കറിയാം സെൽഫ് എംപ്ലോയ്മെൻ്റ് ആണ്. പേപ്പർ ബാഗ് മേക്കിംഗ് സെൽഫ് എംപ്ലോയ്മെൻ്റ് ആണ്. പിന്നെയോ ഫോട്ടോസ്റ്റാറ്റ് ഷോപ്പ്, പിക്കിൾ മേക്കിംഗ്, ഇതൊക്കെ എന്താണ്? സെൽഫ് എംപ്ലോയ്മെൻ്റ് ആണ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾ റൈറ്റ് ഡൗൺ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സെൽഫ് എംപ്ലോയ്ഡ് എൻ്റർപ്രൈസ്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് നിങ്ങളടുത്ത് സെൽഫ് എംപ്ലോയ്ഡ് എൻ്റർപ്രൈസസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളത് എഴുതാനാണ് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻഡിവിജ്വൽസ് ക്യാൻ ഏൺ ത്രൂ സെൽഫ് എംപ്ലോയ്മെൻറ്റ് വിത്തൗട്ട് ഡിപ്പെൻഡിങ് ഓൺ അതേഴ്സ്. അപ്പോൾ സെൽഫ് എംപ്ലോയ്മെൻറ്റിൻ്റെ സവിശേഷതകളിൽ ക്യാരക്ടറിസ്റ്റിക്സിൽ ഫസ്റ്റ് വൺ എന്താണ്? നമുക്ക് മറ്റൊരാളെ ആശ്രയിക്കാതെ ഈ ഒരു സെൽഫ് എംപ്ലോയ്മെൻറ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മുടേതായൊരു വരുമാനം കണ്ടെത്താൻ പറ്റും. ഇനി രണ്ടാമത്തെ പോയിന്റ് നമുക്ക് എന്ത് ചെയ്താൻ പറ്റും? സെൽഫ് എംപ്ലോയ്ഡ് പേഴ്സൺസ് റൺ ദെയർ ഓൺ ബിസിനസ് ആൻഡ് ആൾസോ ഹാൻഡിൽ ഓൾ ദ ഡ്യൂട്ടീസ് ഓഫ് ആൻ എംപ്ലോയ്. സെൽഫ് എംപ്ലോയ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് എന്ത് ചെയ്യും? സ്വന്തമായി ബിസിനസ് അവർ തന്നെയാണ് കൊണ്ട് നടക്കുന്നത്. അതുപോലെ തന്നെ എന്ത് ചെയ്യും? ഒരു എംപ്ലോയി, ഒരു തൊഴിലാളിയുടെ എല്ലാ ഡ്യൂട്ടീസും അവർ തന്നെ ഹാൻഡിൽ ചെയ്യും. അതാണ് സെക്കൻഡ് പോയിൻ്റായിട്ട് എഴുതുക. അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് ഉള്ളതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാതെ പഠിക്കാം കേട്ടോ. എനിക്ക് തോന്നുന്നു അത് ഭയങ്കര ടഫായിട്ട് തോന്നുക. അതാണ് ഞാൻ എന്ത് ചെയ്തത്, അതൊന്ന് സിമ്പിളാക്കി തന്നത്. ടെക്സ്റ്റിലുള്ളത് എങ്ങനെയാണോ? സെൽഫ് എംപ്ലോയ്ഡ് പേഴ്സൺസ് ഹാവ് ദെയർ ഓൺ എൻ്റർപ്രൈസ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ക്യാരി ഔട്ട് ഓൾ ദി റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ആൻ എംപ്ലോയ്. അങ്ങനെയും പഠിക്കുക. ഞാൻ ഇപ്പോൾ തന്ന ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും നിങ്ങൾക്ക് പഠിക്കാം കേട്ടോ. നെക്സ്റ്റ് പോയിന്റ് എന്ത് കൊടുക്കാം? ഇൻ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഇൻഡിവിജ്വൽസ് യൂഷ്വലി റൺ ദെയർ ബിസിനസ് ബൈ ദംസെൽഫ്. ഒരു സെൽഫ് എംപ്ലോയ്മെൻറ്റിൽ എന്താണ് അവരുടെ ബിസിനസ് ആരാണ് കൊണ്ട് നടക്കുന്നത്? ആ ഒരു ഇൻഡിവിജ്വൽ മാത്രം, ആ ഒരു വ്യക്തി മാത്രമായിരിക്കും ആ ഒരു ബിസിനസ് കൊണ്ട് നടക്കുന്നത്. ഇനി ടെക്സ്റ്റിലുള്ളത് എന്ത് ചെയ്താം? ഇൻ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഇനീഷ്യേറ്റീവ്സ് ഇൻഡിവിജ്വൽസ് മോസ്റ്റ്ലി മാനേജ് ദെയർ എൻ്റർപ്രൈസസ് അലോൺ. അതാണ് ടെക്സ്റ്റിലുള്ളത്. അതെനിക്ക് എന്താണ്, നിങ്ങൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞു മക്കളല്ലേ, അപ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് പഠിക്കാൻ ടഫാവും തോന്നിയിട്ടാണ് ഞാൻ ഈ 2 സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ഏതാ? ടെക്സ്റ്റിലുള്ളതാണെങ്കിൽ ടെക്സ്റ്റിൽ നോക്കിയിരുന്ന് പഠിക്കുക. അല്ല ഇതാണ് ഈസി എന്ന് വെച്ചാൽ ഇത് പഠിക്കുക. സെയിം മീനിങ് ആണ്, ഒന്നുകൂടെ സിമ്പിളാക്കി എന്നേ ഉള്ളൂ കേട്ടോ. ഇനി നെക്സ്റ്റ് നോക്കിയേ. സെൽഫ് എംപ്ലോയ്മെൻറ്റ് പ്ലേസ് എ മേജർ റോൾ ഇൻ ദി എക്കണോമിക് ഗ്രോത്ത് ഓഫ് ദി കൺട്രി. ദി ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ്സ് വേരിയസ് സ്കീംസ് ടു പ്രൊമോട്ട് സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഇനീഷ്യേറ്റീവ്സ്. അപ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഈ ഒരു സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്നുള്ളത് വലിയൊരു പങ്ക് തന്നെ വഹിക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഗവൺമെൻറ്? അപ്പോൾ ഈ ഒരു സ്വയം തൊഴിൽ അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ്മെൻറ്റിനെ എന്ത് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. അതിൽ കുറച്ചെണ്ണമാണ് താഴെ തന്നിട്ടുള്ളത്. സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്കീംസ് ഏതൊക്കെയാണ്? നവജീവൻ പ്രൊജക്റ്റ്,
ബെനിഫിഷ്യറീസ് ആരാണ്? സീനിയർ സിറ്റിസൺസ് ആണ്. പിന്നെയോ ബെനിഫിഷ്യറീസ് എന്ന് പറഞ്ഞാൽ ഗുണഭോക്താക്കളാണ് കേട്ടോ. പിന്നെയോ കൈവല്യ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഭിന്നശേഷിക്കാർക്കുള്ളതാണ്, പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് ഉള്ള. പിന്നെ പറയുന്നത് ശരണ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ വനിതകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ സെൽഫ് എംപ്ലോയ്മെൻറ്റിൻ്റെ സവിശേഷതകൾ, ക്യാരക്ടറിസ്റ്റിക്സ് നന്നായിട്ട് പഠിക്കണം. അതുപോലെ തന്നെ സെൽഫ് എംപ്ലോയ്മെൻറ്റിൻ്റെ ഗവൺമെൻറ് കൊടുക്കുന്ന ഈ പദ്ധതികളുണ്ടല്ലോ, സ്കീംസ്, അതും ജസ്റ്റ് ഒന്ന് പഠിച്ച് വെക്കണം. ഓക്കെ. ഇനി താഴെ എന്താണ്? സ്വയം തൊഴിൽ മീൻസ് ഈ സെൽഫ് എംപ്ലോയ്മെൻറ്റിലൂടെ എന്താണ് വിജയം നേടിയ ചിലരുടെ അനുഭവങ്ങൾ പറയുന്നുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഈ പാരഗ്രാഫിൽ എന്താ പറയുന്നതെന്ന് പറഞ്ഞുതരാം. മക്കൾ എന്ത് ചെയ്യണം? ഇതൊന്ന് ജസ്റ്റ് വായിച്ച് വെക്കുന്നു മനസ്സിലാക്കാൻ വേണ്ടിയിട്ടോ. മലപ്പുറം ജില്ലയിലുള്ള ഒരു കർഷക കുടുംബത്തിലാണ് നമ്മുടെ അനു ജനിച്ചിട്ടുള്ളത്. അവളെന്ത് ചെയ്തു? അവിടെ നിന്ന് അവളുടെ വീട്ടിൽ നിന്ന് തന്നെ അവൾ ആവശ്യത്തിനുള്ള ഈ എന്താ പറയുക പലഹാര ഇനങ്ങളൊക്കെ ഉണ്ടാക്കി വിൽക്കാൻ തുടങ്ങി. വീട്ടിൽ വെച്ചിട്ട് തന്നെ, വീട്ടിലെ അടുക്കളയിൽ വെച്ചിട്ട് വർക്ക് ഏരിയയിൽ വെച്ചിട്ട് തന്നെയാണ് അവളവിടെ ഉണ്ടാക്കാൻ തുടങ്ങിയിരുന്നത്. പിന്നെ അത് ക്രമേണ എന്തായി? ആവശ്യക്കാർ കൂടി വരികയും അത് ഒരു ഐറ്റത്തിൽ നിന്ന് പിന്നെ 60ഓളം ഐറ്റത്തിലേക്ക് മാറുകയൊക്കെ ചെയ്തു. അങ്ങനെ ഇപ്പോൾ അവൾക്ക് വർഷത്തിൽ ഒരു 11 കോടിയോളം രൂപയുടെ കച്ചവടമാണ് നടക്കുന്നത്. ഇനിയോ നെക്സ്റ്റ് പറയുന്നത് എ ഹോം മേക്കർ ഏർണിംഗ് Rs 50,000 പെർ മന്ത്. ഇതിൽ പറയുന്നത് നമ്മുടെ സാജിദയെ കുറിച്ചിട്ടാണ്. സാജിദ എന്താ ചെയ്യുന്നത്? സാജിദ നല്ലൊരു നല്ല പെയിൻറ്ററാണ്. അപ്പോൾ എന്താണ് അവരെന്ത് ചെയ്തു? അവരുടെ ഹോബി കൂടിയാണ് ഈ ഒരു പെയിൻറ്റിങ് എന്ന് പറയുന്നത്. ഫാബ്രിക് പെയിൻറ്റിങ് ആണ് മെയിൻ ബിസിനസ്. അത് അവൾക്ക് അറിയുന്ന പെയിൻറ്റിങ് അവളൊരു ബിസിനസ്സാക്കി മാറ്റിയിട്ട് അത് അടിപൊളിയാക്കി അത് വിജയിപ്പിച്ചു. മനസ്സിലായോ? അപ്പോൾ ഫാബ്രിക് പെയിൻറ്റിങ് ആണ് മെയിൻ ഐറ്റം. പിന്നെയോ സാരികൾ, ഷർട്ടുകൾ, ചുരിദാറുകൾ, കുട്ടികളുടെ ഇങ്ങനെ വസ്ത്രങ്ങൾ, ഇതിലൊക്കെ നന്നായിട്ട് അവൾ പെയിൻറ്റിങ് ചെയ്യും. അപ്പോഴോ ഫാബ്രിക് പെയിൻറ്റിങ്ങിനെ ഒരു ഹോബി എന്ന നിലയിൽ നിന്ന് ബിസിനസ്സിലേക്ക് മാറ്റിയിട്ട് അവൾ എന്ത് ചെയ്യുന്നു? ഒരു മാസം 50,000 രൂപയോളം സമ്പാദിക്കുന്നു. അതാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. ഇതിലൂടെ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇഫ് യു ഹാവ് എ കോൺഫിഡൻസ് ആൻഡ് ദ വിൽ ടു ഡു വർക്ക്, യു ക്യാൻ എൻഗേജ് ഇൻ വേരിയസ് എംപ്ലോയ്മെൻറ്റ്സ് ആൻഡ് അച്ചീവ് സക്സസ് ഇൻ ലൈഫ്. നിങ്ങളോട് പറയുകയാണ്, നമുക്കൊരു അധ്വാനിക്കാനുള്ള മനസ്സും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ നമുക്ക് പല തൊഴിലുകൾ ചെയ്തിട്ട് നമ്മുടെ ജീവിതം വിജയിപ്പിക്കാൻ കഴിയും. എല്ലാ തൊഴിലിനും അതിൻ്റേതായ മഹത്വമുണ്ട്. എവരി എംപ്ലോയ്മെൻറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ഗ്ലോറി. എവരിവൺ ഹാസ് ദ റൈറ്റ് ടു ചൂസ് ദി എംപ്ലോയ്മെൻറ്റ് of their choice according to their life of education and aptitude. അപ്പം എന്തായി പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞില്ല എല്ലാ തൊഴിലിനും അതിൻ്റേതായൊരു മഹത്വമുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസത്തിനും നമ്മുടെ ഇഷ്ടത്തിനും അനുസരിച്ചുള്ളൊരു തൊഴിൽ തിരഞ്ഞെടുക്കാൻ നമുക്ക് എന്തുണ്ട്? അവകാശമുണ്ട്. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ സോഷ്യോ എക്കണോമിക് പ്രോഗ്രസ്, സാമ്പത്തിക പുരോഗതി നിർണ്ണയിക്കുന്നതിൽ, നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതി നിർണ്ണയിക്കുന്നതിൽ ഈ തൊഴിലുകൾക്ക് പ്രധാന ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. മെയിനായിട്ട് ആരാണ് നമ്മുടെ സോഷ്യോ എക്കണോമിക് പ്രോഗ്രസ് ഡിറ്റർമൈൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ എംപ്ലോയ്മെൻ്റ് ആണ്. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ നമ്മുടെ പാഠം. പക്ഷേ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പഠിക്കാനുണ്ട്. ജസ്റ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ് പേഴ്സണൽ ഇൻകം എന്നുള്ളത് അറിയണം. പിന്നെയോ ഫാമിലി ഇൻകം എന്താണെന്നുള്ളത് അറിയണം. പിന്നെ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സ്, നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സ്, ഇവയുടെ എക്സാമ്പിളുകൾ അറിയണം. പിന്നെ സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്താണ് എന്നുള്ളത് അറിയാം. ഈ സെൽഫ് എംപ്ലോയ്മെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് 2 എണ്ണമെങ്കിലും നിങ്ങൾ പഠിച്ചു വയ്ക്കുക. സെൽഫ് എംപ്ലോയ്മെൻറ്റിൻ്റെ എക്സാമ്പിളുകൾ അറിയുക. പിന്നെയോ സെൽഫ് എംപ്ലോയ്മെൻറ്റിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള സ്കീമുകളും അതിൻ്റെ ബെനിഫിഷ്യറീസും ആരൊക്കെയാണെന്ന് അറിയാം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നോട്ട്സ് ഞാൻ എന്ത് ചെയ്യാം? നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നോട്ട്സിന് ആവശ്യമൊന്നുമില്ല, ടെക്സ്റ്റ് ബുക്കിലുള്ള തന്നെയാണ്, വേറെ എവിടെയുള്ള എല്ലാ ടെക്സ്റ്റ് ബുക്ക് അതേപോലെ കോപ്പി ചെയ്യുന്നതാണ് നോട്ട്സ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പറഞ്ഞു തന്നല്ലോ. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ട് പഠിച്ചാലും മതി. ഓക്കെ. അപ്പോൾ താങ്ക് യു വെരി മച്ച്.